ഭരണസ്ഥിരാ കേന്ദ്രമായ കൊല്ലം കലക്ട്രേറ്റിന് സമീപത്ത് നിന്ന് തുടങ്ങുന്നതാണ് ജില്ലയിലെ മാലിന്യ കാഴ്ചകൾ. KSRTC ബസ് സ്റ്റാൻഡും അഷ്ടമുടിക്കായലും കൊല്ലം ബീച്ചുമെല്ലാം ഇന്ന് മാലിന്യത്തിൻ്റെ വാഹകരാണ്. കാലങ്ങളായി CPM ഭരിക്കുന്ന കൊല്ലം നഗരസഭയിലെ ഭരണപരാജയത്തിൻ്റെ പ്രതീകം കൂടിയാവുകയാണ് കൊല്ലം നഗരം. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, കഴിഞ്ഞ ദിവസം KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള മാലിന്യ പ്രശ്നങ്ങൾ, രൂക്ഷമായ മാലിന്യ പ്രശ്നങ്ങൾ പ്രശാന്ത് തത്സമയം റിപ്പോർട്ട് ചെയ്തതാണ്. എന്തായാലും തിരുവനന്തപുരത്ത് ജോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അതിലേക്ക് നയിച്ച കാരണങ്ങൾ, അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ കൊല്ലം ജില്ലാ ഭരണകൂടം അതുപോലെ കോർപ്പറേഷൻ ഈ മാലിന്യ നിർമ്മാർജ്ജനത്തിന് എന്തെങ്കിലും പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ടോ? ഇതിന് എന്തെങ്കിലും മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അനിൽ നമ്പ്യാർ, ഈ തിരുവനന്തപുരത്ത് ആമേഴഞ്ചാൽ തോളിൽ വീണ് ജോയിയുടെ മരണം നമുക്ക് മലയാളി സമൂഹത്തിന് മൊത്തത്തിലൊരു ഞെട്ടലുണ്ടാക്കിയ സംഭവമാണ്. അതിന്റെ പ്രധാന കാരണം തന്നെ ഈ നീക്കം ചെയ്യാതെ കിടന്ന മാലിന്യം തന്നെയായിരുന്നു. സമാനമായൊരു സാഹചര്യമാണ് കൊല്ലത്തുമുള്ളത്. നമ്മൾ നേരത്തെ തന്നെ പലതവണ കൊല്ലത്തെ മാലിന്യത്തെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് വാടി മത്സ്യബന്ധന തുറമുഖത്തോട് ചേർന്നുള്ള സ്ഥലമാണ്. മത്സ്യബന്ധന യാനങ്ങളടക്കം കൂട്ടിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിരവധി പേർ, അതായത് രാത്രിയും പകലും മത്സ്യബന്ധനത്തിനായി നിരവധി ആളുകൾ വരുന്നു പോകുന്നതും അതുപോലെ തന്നെ കച്ചവടക്കാരടക്കം വന്നു പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ വാടി തുറമുഖം. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നഗരസഭയോട് ഒരു 4 കിലോമീറ്റർ അല്ലെങ്കിൽ വെളിപ്പാട് അകലെയാണ്. അതുപോലെ തന്നെ ജില്ലാ ഭരണകേന്ദ്രം കളക്ടറേറ്റിന് സമീപത്താണ് ഈ വാടി തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. അവിടുത്തെ മാലിന്യ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാലങ്ങളായി നീക്കം ചെയ്തിട്ട് വളരെയേറെ കാലങ്ങളായെന്ന് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതിലൂടെ നിരവധി വാഹനങ്ങൾ, നിരവധി ആളുകൾ കച്ചവടത്തിനും അതുപോലെ തന്നെ മറ്റ് മത്സ്യം വാങ്ങാനും അതുപോലെ തന്നെ ചെറുകിട കച്ചവടമായാലും ശരി അല്ലെങ്കിൽ മൊത്ത വ്യാപാരമായാലും ശരി, അങ്ങനെ നിരവധി കച്ചവടക്കാരടക്കം വന്നു പോകുന്നൊരു സ്ഥലമാണ് ഈ വാടി എന്ന് പറയുന്നത്. ആ വാടിയിലെ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ദയനീയം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ വയ്യ. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഈ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്. നമുക്ക് ഇവിടെ നിന്ന് നിൽക്കാൻ പറ്റാത്ത സാഹചര്യം, അതുപോലെ തന്നെ ആളുകൾ മൂക്ക് പൊത്തിക്കൊണ്ട് പോകേണ്ട അവസ്ഥയാണ്. ഇത് ജില്ലയിലെ ഒരു ഭരണസ്ഥിരാ കേന്ദ്രത്തോട് ചേർന്ന് കിടക്കുന്ന ആ പ്രദേശത്തെ അവസ്ഥയാണെന്നുള്ളത് ഓർക്കണം. അതായത് ഒരു 100 മീറ്ററോളം നീളത്തിൽ ഇത്തരത്തിൽ മാലിന്യങ്ങൾ കൂട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ്. അതായത് നീക്കം ചെയ്തിട്ട് കാലങ്ങളായത് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. അത് ഭക്ഷണ അവശിഷ്ടങ്ങളും അതുപോലെ തന്നെ മറ്റ് അവശിഷ്ടങ്ങളെല്ലാം ഇങ്ങനെ കൂടിക്കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. വളരെ കാലങ്ങളായി ഇത് നീക്കം ചെയ്യാൻ ഇതുവരെ നഗരസഭ തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും ദയനീയമായ കാര്യമെന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇതൊക്കെ ഈ ഭരിക്കുന്നവരുടെ പരാജയമാണ് അല്ലെങ്കിൽ കഴിവുകേടാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ള അനാസ്ഥകളാണ് ഈ ജനങ്ങൾക്ക് അവസാനം ദുരിതമായി വരുന്നത്. ജനങ്ങളുടെ ജീവൻ പോലും നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളിലൊക്കെ ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള അനാസ്ഥയാണ്. കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുകയാണ്. ഡെങ്കുവും അതുപോലെ തന്നെ എലിപ്പനിയും അടക്കമുള്ള പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നു. ഇതിനോടകം തന്നെ നിരവധി മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നു പകർച്ചവ്യാധി മൂലം. അങ്ങനെ ഒരു സാഹചര്യമാണ് കൊല്ലത്തുള്ളത്. ആ ഒരു സമയത്താണ് ഇത്തരത്തിൽ കടുത്ത ഒരു അനാസ്ഥ സർക്കാരിന്റെ ഭാഗത്തുണ്ടാവുന്നത്, നമ്മുടെ ഭരണ സംവിധാനത്തിന്റെ ഭാഗത്തുണ്ടാവുന്നത്. ഇതുവരെ കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു അവസ്ഥയാണ്. കഴിഞ്ഞ തവണ നേരത്തെ ഇതുപോലെ തന്നെ കൊല്ലം കളക്ടറേറ്റിന്റെ മുൻഭാഗത്തുള്ള മാലിന്യത്തെ പറ്റി നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഈ KSRTC ബസ് സ്റ്റാൻഡിൽ അടക്കമുണ്ടാകുന്ന മാലിന്യത്തെ പറ്റിയെല്ലാം ചർച്ച ചെയ്തിരുന്നു. സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇന്നാണ് നമുക്ക് നിൽക്കാൻ കഴിയില്ല. ഇവിടെ നിന്ന് അധിക സമയം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പോലും അസുഖം പിടിച്ചു പോകുന്ന സംശയമുണ്ട്. അത്തരത്തിലുള്ളൊരു അവസ്ഥയാണ്. കൂടുതൽ സമയം നിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. അതുപോലെ തന്നെ ദുർഗന്ധം ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടും, ജനങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടും, നമുക്കടക്കം ഇവിടെ നിൽക്കാൻ പറ്റാത്ത, അധിക സമയം നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. മാലിന്യങ്ങൾ നീക്കം ചെയ്യാതെ കാലങ്ങളായി കിടക്കുന്ന ഒരു സാഹചര്യം. എനിക്ക് പിന്നിലൂടെ ഈ മത്സ്യവുമായി വരുന്നവരാണ്, കച്ചവടക്കാരൊക്കെ മത്സ്യവുമായി വരുന്നവരാണ് ഈ കാണുന്നത്. ഇതിലൂടെയാണ് ഈ സാധനങ്ങൾ, ഭക്ഷണം കഴിക്കേണ്ട സാധനങ്ങളാണ്, ഇതിലൂടെയാണ് ഇതൊക്കെ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തത്. ഇത് കഴിക്കുന്നൊരവസ്ഥ കൂടി പറഞ്ഞറിയിക്കാൻ പറ്റില്ല, എന്തൊക്കെ രോഗങ്ങൾ ഉണ്ടാകും നടക്കും. അതാണ് സാഹചര്യം എന്ന് പറയുന്നത്. വളരെ ദയനീയം കൊല്ലത്തെ അവസ്ഥയാണിത്. ഇത് ഒരു സ്ഥലത്തെ അവസ്ഥയല്ല ഇത്. കാരണം പലയിടങ്ങളിലെല്ലാം ഇത് തന്നെയാണ്. നഗരത്തിന്റെ ഏത് സ്ഥലങ്ങളിൽ നമ്മൾ ചെന്നെത്താമെങ്കിൽ പോലും, ഏത് സ്ഥലങ്ങളിൽ നോക്കിയാൽ പോലും ഇത്
ഇത് തന്നെയാണ് സമാനമായ സാഹചര്യം. കാരണം മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെടാതെ കിടക്കുന്ന സമാനമായ സാഹചര്യമാണ് കൊല്ലത്ത് നിന്ന് പറയാനുള്ളത്. വളരെ ദയനീയമായ അവസ്ഥ. അത് നഗരപരിധിയിൽ എവിടെ ചെന്നാലും, നഗരത്തിന് മുന്നിൽ എവിടെ ചെന്നാലും ഇത് തന്നെയാണ് അവസ്ഥ. ഈ മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്തിട്ട് കാലങ്ങളായി എന്ന് ഇവിടെ നിന്ന് തന്നെ മനസ്സിലാക്കുകയും ചെയ്യും. ഇതിലൂടെ ജനങ്ങൾ, മനുഷ്യരെല്ലാം സഞ്ചരിക്കുന്ന ഒരു വഴിയാണ്. ആ ബോധം പോലുമില്ലാതെ നിരവധി ആളുകൾ വന്നെത്തുന്ന വഴി എന്നൊരു ബോധം പോലുമില്ല. നഗരസഭ ഇതൊക്കെ കണ്ടില്ലെന്ന് നടിച്ചിങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇനി ഏതെങ്കിലുമൊക്കെ ജീവൻ നഷ്ടപ്പെട്ടാൽ മാത്രമേ ഇതൊക്കെ കാണൂ എന്ന് അധികൃതർ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന് പിന്നെ പറയാൻ മറുപടി ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. കാരണം ഇതെല്ലാം അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ആ അടിയന്തരമായ മാലിന്യ നിർമ്മാർജ്ജനം അടക്കം നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. എല്ലാ കാലവും അതിൽ നഗരസഭയായാലും ശരി, അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നായാലും ശരി, ഇത്തരത്തിൽ മാലിന്യ നിർമ്മാർജ്ജനം അടക്കമുള്ള കാര്യങ്ങൾക്ക് നിരവധി പദ്ധതികളുണ്ട്. അതിനായി പണം നീക്കി വെക്കുന്നുമുണ്ട്. എന്നാൽ ഇതൊക്കെ എങ്ങോട്ട് പോകുന്നതാണ് ജനങ്ങളും ചോദിക്കുന്നത്. വലിയ കഷ്ടത്തിലാണ് ജനങ്ങളടക്കം. വലിയ ദുരിതമാണ് ഇവിടെ നിന്നുണ്ടാവുന്നത്. പലയിടങ്ങളിലേക്ക് നമുക്ക് ഒറ്റയടിക്ക് സഞ്ചരിച്ചു പോകാൻ കഴിയാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. ഇല്ലെങ്കിൽ ഈ നഗരത്തിന്റെ എല്ലാം കാഴ്ച, മാലിന്യ കാഴ്ച ഒറ്റയടിക്ക് കാണിക്കാൻ സാധിക്കുമായിരുന്നു. അതാണ് അവസ്ഥ എന്ന് പറയുന്നത്. വലിയ ബുദ്ധിമുട്ട് ജനങ്ങൾ പലരും പലതവണ നമ്മളോടെല്ലാം പ്രതികരിച്ചതാണ്. എന്നാൽ പിന്നീടും ഇതിൽ ഈ ഒരു നടപടി ഒന്നും ഉണ്ടാകാത്തതാണ് ജനങ്ങളുടെ ഇടയിൽ ഒരു പ്രതിഷേധം. അതുകൊണ്ട് തന്നെ പ്രതികരിക്കേണ്ട എന്ന മട്ടിലാണ് ഈ പൊതുജനങ്ങളും സ്വീകരിക്കുന്നത്. ഭക്ഷണ അവശിഷ്ടങ്ങൾ മാത്രമല്ല, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, അതുപോലെ തന്നെ മറ്റ് മാലിന്യങ്ങൾ, ഇതെല്ലാം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നൊരു അവസ്ഥയാണ്. അനിൽ നമ്പ്യാർ.